എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ചിലർ അങ്ങനെയാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പല കാരണങ്ങളാൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ശ്രീനിയും നമ്മെ വിട്ടുപോയത്. തികച്ചും ഇത് അപ്രതീക്ഷിതമല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം വിട പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന കോടാനുകോടി ആൾക്കാരുടെ ചെറിയൊരു വിഭാഗം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിന് ഓരോ അവാർഡ് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ബട്ട് അതിനെക്കുറിച്ചു നമ്മുടെ സംഘാടകരോ നമ്മളോ ആരും തന്നെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആരും അവരുടെ ദൗത്യം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകാൻ സാധിച്ചിട്ടുമില്ല. ശ്രീനിയുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ഭാഗമൊക്കെയാണ് അദ്ദേഹം പല വേഷങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. എന്നും അദ്ദേഹം ഒരു ധ്രുവ നക്ഷത്രമായി തന്നെ നമ്മുടെ മുന്നിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ആ ധ്രുവ നക്ഷത്രം ആരാലും അതിൻ്റെ വെളിച്ചത്തെ മങ്ങലേൽപ്പിക്കാൻ സാധിക്കില്ല. നാം എല്ലാവരും അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാവരെക്കുറിച്ചും അത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കുന്നത് നമ്മെ വിട്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നാം ആരെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും അത് അവർക്കുള്ളൊരു അംഗീകാരമായി നാം കൊടുത്തിരിക്കണം. എന്നാൽ എത്രയോ മനസ്സുകൾ, കോടാനുകൂടി മനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഓർക്കാൻ സാധിക്കുന്നു. അത് ഓർത്തുകൊണ്ടേയിരിക്കും. ഇനി അദ്ദേഹം പ്രകാശിക്കുന്ന ധ്രുവ നക്ഷത്രമായി നമ്മുടെ എല്ലാം മുകളിൽ ആകാശങ്ങളിലായിരിക്കും. നേരം നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ അദ്ദേഹത്തിന് പ്രണാമം. താങ്ക് യു.